إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم لقد كان لكم في رسول الله أسوة حسنة സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുലർത്തി തഖ്വ പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ദീനിൻ്റെ പേരിൽ ഗൗരവമുള്ള ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളായ അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കുമുള്ള മാതൃകയാണ്. അതുകൂടെ അംഗീകരിക്കുമ്പോഴാണ് നമ്മുടെ ഷഹാദത്ത് പൂർത്തിയാകുന്നത്. ആമുഖമായി ഞാൻ ഓതിവെച്ച ആയത്ത് നമുക്കൊക്കെ സുപരിചിതമായ, ഒരു പക്ഷെ നമ്മളിൽ കൂടുതൽ ആളുകൾക്കും മനഃപ്പാടമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ആയത്ത് കൂടെയാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട്. ആ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആഖ്യാനിക്കുന്നതിൽ തന്നെ വളരെ വലിയൊരു സന്ദേശമുണ്ട്. ലഖദ് കാന ലക്കും, അവിടെ വളരെ തീർച്ചപ്പെടുത്തിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വാക്യം പറയുന്നത്. ലഖദ് കാന ലക്കും, അതോടൊപ്പം ഉസ്വത്തുൻ എന്ന് പറഞ്ഞാൽ തന്നെ മാതൃക എന്ന അർത്ഥത്തിൽ പൂർത്തിയാകാം ഒരു പക്ഷെ അവിടെ ചേർത്ത് ഹസനയെ കൂടെ ചേർത്ത് മാതൃകയിൽ തന്നെ ഏറ്റവും നല്ല മാതൃകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉള്ളത് എന്ന് പരിപൂർണമായി പഠിപ്പിച്ചുകൊണ്ടാണ് ആ വാക്യം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൽ സംശയം ഏതായാലും ഉണ്ടാകാൻ ഇടയില്ല, ഉണ്ടാകാൻ പാടുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, പുതിയ കാലമാണ്, നൂറ്റാണ്ട് വേറെയാണ്, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ സാഹചര്യമൊന്നും അല്ലാത്തൊരു സാഹചര്യമാണ് എന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു വിശ്വാസി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള മാതൃകയെ റദ്ദ് ചെയ്താൽ, അങ്ങനെയൊന്നില്ല. പ്രവാചകൻ അക്കാലത്ത് വളരെ മനോഹരമായ ജീവിതമായിരുന്നു. പക്ഷെ നമുക്ക് ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം പരിപൂർണമായ മാതൃക പ്രവാചകനിൽ ഇല്ല എന്നാരെങ്കിലും വിശ്വസിച്ചാൽ അവരുടെ ഈമാൻ തന്നെ ഗുരുതരമായ അപകടാവസ്ഥയിലായിരിക്കും എന്ന് നമുക്കറിയാം. എന്നാൽ സഹോദരങ്ങളെ, അതിനെ നമ്മുടെ ഒരു ജീവിത പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുവരാൻ എത്രമാത്രം നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത, നമ്മുടെ ജീവിതത്തിന്റെ ഏത് കോണിലൂടെ നോക്കിയാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അധ്യാപനങ്ങളെ പകർന്നു നൽകിയിട്ടുണ്ട് എന്നതാണ്. ഉപ്പയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ തന്നെ മകനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നാട്ടിലെ സാധാരണക്കാരനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിട്ടുണ്ട്. അതേസമയം ഭരണകർത്താവായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേതാവായിരുന്നു.
കച്ചവടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. ഒരാളിൽ നിന്ന് ഉത്തരവാദിത്വം ഏറ്റെടുത്തുള്ള ജോലിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നോക്കൂ, നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്ന ഏത് കണ്ണിലൂടെ നോക്കിയാലും ഒരു ഭർത്താവായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഏത് കണ്ണിലൂടെ നോക്കിയാലും മാതൃകയാക്കാൻ പറ്റാവുന്ന വ്യക്തമായ ഒരു ജീവിതമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അനുഷ്ഠിച്ചു പോയിട്ടുള്ളത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു ഗുണം കൂടെ എന്താണ്? നമ്മൾ ഏത് നിലക്കും രക്ഷപ്പെടാനും വിജയിക്കാനും നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതൊരു പാഠപുസ്തകമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അത് അത്യുത്തമമായ പാഠപുസ്തകമായി നമ്മുടെ കയ്യിൽ റെഫറൻസിനുണ്ട്. പക്ഷെ അത് നോക്കാനും അത് പകർത്താനുമൊക്കെ ഭൂരിഭാഗം മുസ്ലിമീങ്ങൾക്കും വല്ലാത്ത അപകർഷതാബോധം തോന്നുന്നു. എന്നിടത്താണ് പരാജയം നമ്മൾ തന്നെ അനുഭവിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൂടെ ദീർഘകാലം പ്രവാചകന് വേണ്ടി സേവനങ്ങൾ അനുഷ്ഠിച്ച് പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന അനസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറഞ്ഞ വാചകം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ പ്രവാചകന് വേണ്ടി സേവനം അനുഷ്ഠിച്ച കാലം അത്രയും എന്റെ പ്രവൃത്തിയെക്കുറിച്ച് എന്തേ അനസ് നീ ഇങ്ങനെ ചെയ്തു എന്ന്, എന്തേ നീ ഇങ്ങനെ ചെയ്തില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടില്ല. കുറച്ച് ഇളം പ്രായക്കാരനാണ് അനസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവാചകന്റെ ഒരു കാര്യം നിർവഹിക്കാൻ വേണ്ടി തന്റെ സേവകൻ എന്ന നിലക്ക് പറഞ്ഞയച്ചു. ഇളം പ്രായക്കാരനായ അനസ് റളിയല്ലാഹു അൻഹു അത് ചെയ്യാൻ പോകുന്നതിനിടയ്ക്ക് അങ്ങാടിയിൽ കുട്ടികൾ കളിക്കുന്നത് കണ്ടു സമപ്രായക്കാർ. അദ്ദേഹം അവിടെ കൂടി. സ്വാഭാവികമായും ഒരു പക്ഷേ ഈ ഇരിക്കുന്നതിൽ ഭൂരിഭാഗം ആളുകൾക്ക് നമ്മുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം. ആ കളിയിൽ അങ്ങനെ ഏർപ്പെട്ടു പോയി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരാൾ വന്ന് എന്റെ പുറത്ത് തട്ടി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്നോട് ചോദിച്ചു, എന്തേ കാര്യം നിർവഹിച്ചു പോന്നോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനത് മറന്നുപോയിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് ഒരു ഗീറത്ത് പോലും അദ്ദേഹം പ്രകടമാക്കിയിട്ടില്ല. ഇത് നോക്കൂ സഹോദരങ്ങളെ, എനിക്ക് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്ന ഒരാളോട് എനിക്ക് ചൂടാകാൻ ഒരു പക്ഷെ പറ്റും, അതിനുള്ള അവകാശമൊക്കെ ഉണ്ടാകാം. അവിടെ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കുന്ന ഒരു മാതൃക, തന്റെ അവകാശം അത് നിർവഹിക്കുന്നിടത്ത് ഭംഗം വരുത്തുന്നവരോട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറ്റത്തിന്റെ ഒരു സൗന്ദര്യം നമുക്ക് കാണാൻ പറ്റും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് ഒരാവശ്യ നിർവഹണത്തിന് വേണ്ടി അറാബികളിൽപ്പെട്ട ചില ആളുകൾ വന്നു. സ്വഹാബികൾ പറയാണ്, പ്രവാചകനോട് നമ്മൾ ആരും ഇടപെടാത്ത രീതിയിൽ പ്രവാചകനോട് ഇടപെടുണ്ടായി. എന്താണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യാ മുഹമ്മദ് എന്ന് അഭിസംബോധന ചെയ്തു. ആരും ചെയ്യാറില്ല. മദീനത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നാൽ യാ റസൂലല്ലാഹ് എന്നാണ് ആളുകൾ അഭിസംബോധന ചെയ്യാറുള്ളത്. യാ മുഹമ്മദ് എന്ന് അഭിസംബോധന ചെയ്തു. പരുക്കൻ ഭാഷയിൽ അവർ പ്രവാചകനോട് സംസാരിച്ചു. മറുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് മോശപ്പെട്ടൊരു വാക്കുകൊണ്ട് പോലും ഒരു മറുപടി നൽകിയിട്ടില്ല എന്ന് സ്വഹാബികൾ പറയുകയാണ്. നോക്കൂ, തന്റെ ശത്രുക്കൾ തന്നെ ഇടങ്ങാറാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളോട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു കാണിക്കുന്ന മറുപടിയിലെ ഒരു മനോഹാരിതയുണ്ട്. അപ്പൊ പിന്നെ സ്വാഭാവികമായും അനുചരന്മാരോട്, വിശ്വസിച്ചവരോട്, കൂടെയുള്ളവരോട്, കുടുംബക്കാരോട് എത്ര മനോഹരമായിട്ടായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറിയിട്ടുണ്ടാവുക. ഇത് അദ്ദേഹത്തിന്റെ പെരുമാറ്റം മനുഷ്യരുമായി ബന്ധപ്പെട്ട് കൂടെ നിൽക്കുന്നവരോടും ശത്രുപക്ഷത്ത് നിൽക്കുന്നവരോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച പെരുമാറ്റ രീതിയാണെങ്കിൽ ഇനി ജീവജാലുക്കളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കുന്ന ഒരു പെരുമാറ്റ രീതിയുണ്ടല്ലോ. ഇവിടെയുള്ള എല്ലാ വിഭവങ്ങളോടും പ്രവാചകൻ കാണിക്കുന്ന സമീപനമുണ്ട്. വെള്ളത്തോടായാലും അതുപോലെ തന്നെ സസ്യങ്ങളോടായാലും ഒക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കുന്ന വളരെ മനോഹരമായ രീതിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ എല്ലാ നിലക്കും പ്രയാസപ്പെടുത്താൻ ശ്രമിച്ച ശത്രുക്കൾ പോലും പ്രവാചകന്റെ സ്വഭാവത്തെ തള്ളിപ്പറയുമായിരുന്നില്ലാത്ത വിധം പെർഫെക്റ്റ് ആയിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അബീസിനിയയിലേക്ക് പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾ ചെന്നു. ആ സ്വഹാബികളോട് അവിടുത്തെ രാജാവ് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നു. പ്രവാചകനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒന്നുപോലും ഒരു നെഗറ്റീവായി, ഒന്നുപോലും ഒരു മോശത്തരമായി പ്രവാചകനെ കുറിച്ച് പറയാനില്ലാത്ത വിധം ശത്രു സാക്ഷ്യം അത് കൂടുതൽ ഫലപ്രദമാകുന്നതാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. എനിക്കെന്തേ കിട്ടിയിട്ടല്ല, ഞാൻ തോൽപ്പിക്കേണ്ട ഒരു ശത്രുവിനെ കുറിച്ച് പോലും ഒരാൾക്ക് അരുതാത്തത് പറയാൻ കഴിയാത്ത വിധം വളരെ മനോഹരമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. അവ സഹോദരങ്ങളെ, ഇനി നമ്മൾ നമ്മുടെ ഒരു ജീവിതത്തിലേക്ക് ഇതിനെ തട്ടിച്ചു വായിച്ചു നോക്കേണ്ടത്, എല്ലാ രംഗത്തുകൂടെയും നമ്മൾ എങ്ങനെ പ്രകടനം കാഴ്ചവെക്കണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഇടപെടണം, സമ്പത്ത് എങ്ങനെ സമ്പാദിക്കണം, എങ്ങനെ ചെലവഴിക്കണം എന്ന് തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഉപദേശ നിർദ്ദേശങ്ങളും വ്യക്തമായ പ്രായോഗിക പാഠങ്ങളും നൽകിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തട്ടിച്ചു നോക്കൂ. ഇവിടെ കച്ചവടക്കാരുണ്ട്, നമ്മുടെ മറ്റൊരാളിൽ നിന്ന് ശമ്പളം പറ്റി ജീവിക്കുന്ന, ശമ്പളം വാങ്ങി ജീവിക്കുന്ന, ഉത്തരവാദിത്തം നിർവഹിച്ചു കൊടുക്കുന്ന ആളുകൾ ഇക്കൂട്ടത്തിലുണ്ട്. ഉപ്പമാരുണ്ട്, അതുപോലെ തന്നെ മക്കളുണ്ട്. നമ്മളൊക്കെ ഒരു പാഠപുസ്തകമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചിട്ടുണ്ടോ?
ഉസ്വത്തുന് ഹസനയായ പ്രവാചകന്റെ ആ പാഠത്തെ ജീവിതത്തെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പഠിച്ച് മനസ്സിലാക്കാൻ പരിശ്രമിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം നമ്മൾ നമ്മുടെ സ്വന്തത്തോട് ചോദിക്കണം. പലപ്പോഴും ഒരു അപകർഷതാബോധമാണ്. നമ്മൾ പലരും നമ്മുടെ വസ്ത്രധാരണം, നമ്മുടെ ക്രയവിക്രയം, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ വാഹനം, നമ്മുടെ വീടും ഒക്കെ ഉണ്ടാക്കുന്നിടത്തും നിർവഹിക്കുന്നിടത്തും പലരെയും മാതൃകയാക്കിയിട്ടുണ്ട് അല്ലെ. നമ്മൾ മുടി വെട്ടുന്നിടത്ത് പോലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മൾ അനുകരിക്കുന്നുണ്ട്. എന്നാൽ മനോഹരമായ പാഠപുസ്തകമായി ശത്രുക്കൾ സാക്ഷ്യം പറഞ്ഞ് 7 ആകാശത്തിന് മുകളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വഹ്യ് മുഖേന നമുക്ക് അറിയിച്ചു തന്ന ആ മാതൃകയെ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ എത്രമാത്രം സമീപിക്കുന്നുണ്ട്, അതിനെ പകർത്തുന്നുണ്ട്. വേഷത്തിൽ, സംസാരത്തിൽ, ഇടപെടലിൽ, നോട്ടത്തിൽ, ആദർശത്തിൽ, എല്ലാ നിലക്കും അങ്ങനെ നമ്മൾ ഒരു മാതൃക സ്വീകരിക്കാൻ നമ്മൾ പരിശ്രമിക്കാറുണ്ടോ എന്ന് നമ്മുടെ സ്വന്തത്തോട് ചോദിക്കേണ്ട കാര്യമാണ്. നോക്കൂ, വിശ്വാസികളല്ലാത്തവർ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ കുറിച്ച് അക്കാദമികമായി പഠിച്ചപ്പോൾ അവർ പറഞ്ഞു വെച്ച വാചകം പോലും വിശ്വാസം ഉൾക്കൊണ്ട് പറയാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല എന്നിടത്താണ് നമ്മുടെ അപജയത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മൾ കേൾക്കുന്നത് പോലെ വഹീന്റെ അടിസ്ഥാനത്തിൽ കേട്ടിട്ടില്ലാത്ത, പള്ളി മിമ്പറുകളിൽ നിന്ന് ഉപദേശ നിർദ്ദേശമായി കേട്ടിട്ടില്ലാത്ത, നമ്മൾ പഠിച്ചതുപോലെ ആ ജീവിതത്തെ പഠിച്ചു മനസ്സിലാക്കിയിട്ടില്ലാത്ത പലരും വെറും അക്കാദമികമായി പാത്രം പഠിച്ചപ്പോൾ അവരെഴുതി വെച്ച വാചകമുണ്ട്, അവർക്ക് ബോധ്യപ്പെട്ട വാചകമുണ്ട്. ആ വാചകത്തോട് പോലും കൂറു പുലർത്തുന്ന വിധത്തിൽ ആത്മീയമായി, വിശ്വാസപരമായി പ്രവാചകന്റെ ജീവിതത്തോട് സമീപിക്കാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ വേഷം കൊണ്ടും സംസാരം കൊണ്ടും നടത്തം കൊണ്ടും ആദർശം കൊണ്ടും സാധിക്കുന്നുണ്ടോ എന്നത് നമ്മളൊരു വേള പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പരിപൂർണമായി അനുധാവനം ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കണം. അവിടുത്തെ വസ്ത്രധാരണം, അവിടുത്തെ സംസാരം, അവിടുത്തെ രൂപഭാവനകൾ എങ്ങനെയായിരുന്നു എന്ന് അനുധാവനം ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുന്നിടത്താണ് നമുക്ക് വിജയമുള്ളത്. ആ ആയത്തിന്റെ തുടർഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. ഇതൊക്കെ പറയുന്നത് ദുനിയവിയായ നേട്ടങ്ങളെ കുറിച്ച് ആഗ്രഹിച്ചും സ്വപ്നം കണ്ടും പോകുന്നവരോടല്ല ഇത്തരം ഉപദേശ നിർദ്ദേശങ്ങൾ. മറിച്ചോ ആരോടാണ്? നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത്, നിങ്ങൾ കാണുന്നത്, നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ പ്രാർത്ഥന അത് അള്ളാഹുവിനെ കണ്ടുമുട്ടലും പരലോകത്തെ വിജയിക്കലുമാണ് എങ്കിൽ നിങ്ങൾ തേടിപ്പോകേണ്ട അധ്യാപനങ്ങൾ, മാതൃകയിൽ നിൽക്കുന്നത് ഏതെങ്കിലും നിൽക്ക് അന്യോന്യമായ അധാർമികതകളുള്ള, ഒരു ഭാഗത്ത് മികച്ചു നിൽക്കുമ്പോൾ മറുഭാഗത്ത് ഒരുപാട് പ്രശ്നങ്ങളുള്ള വ്യക്തിത്വങ്ങളിലേക്കല്ല, മറിച്ച് ആകാശത്ത് നിന്ന് വഹി മുഖേന വളരെ സുസ്ഥിരമായി പോയിട്ടുള്ള, എല്ലാ നിലക്കും പരിപൂർണമായിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തോടാകണം. അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ വളരെ നെഗറ്റീവായി പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ഉത്തരവാദിത്തങ്ങളോട് ആത്മാർത്ഥമായി സമീപിക്കുന്നവർ, അദ്ദേഹത്തോട് കച്ചവടം ചെയ്തവർ ഒരാൾക്കും പരാതിയില്ല. അദ്ദേഹവുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയവർ ഒരാൾക്കും പരാതിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വലിയ കടങ്ങൾ ബാക്കി വെച്ചിട്ടല്ല ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയത്. ഇങ്ങനെ നോക്കിയാൽ ഭൗതികപരമായി പോലും സഹോദരങ്ങളെ നമ്മൾ വെക്കുന്ന മാനദണ്ഡങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പരാജയത്തെ നമുക്ക് കാണുക സാധ്യമല്ല. അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവാചകന്റെ സുന്നത്തിനെ, പ്രവാചകന്റെ ജീവിതത്തെ അനുധാവനം ചെയ്ത് ചേർത്ത് വെക്കുന്നിടത്ത് ഇപ്പോഴും അപകർഷതാബോധം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനെ തുടച്ചു നീക്കണം. നമ്മൾ ഇജ്ജത്തോടുകൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ അനുധാവനം ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ വിശ്വാസപരമായി നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അതെന്താ? അത് ഖുർആൻ പഠിപ്പിച്ചതുപോലെ, വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തന്നതുപോലെ പരലോകം ആഗ്രഹിക്കുന്നവർക്ക് ഒരിക്കലും തളർച്ചയും തോൽവിയും ഇല്ലാത്ത വിധത്തിൽ ജീവിതം ചിട്ടപ്പെടുത്താൻ പറ്റുന്ന മികച്ച ഉദാഹരണം ജീവിതത്തിന്റെ ഏത് മേഖലയിലൂടെ നിങ്ങൾ നോക്കിയാലും പ്രവാചകന്റെ ജീവിതത്തിൽ അധ്യാപനങ്ങളായിട്ടുണ്ട് എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വീകരിക്കേണ്ട ഒരു ഊർജം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും സംസാരിക്കുമായിരുന്ന കാര്യം അതിലൊന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഫഅഹ്സന സനാഅ കാന വകാന വകാനത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, അവരിങ്ങനെയായിരുന്നു എന്ന് ഖദീജ ബീവിയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഒരിക്കൽ ഇത് കേൾക്കുന്ന സഹധർമ്മിണിയായ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് സ്വാഭാവികമായും ഒരു മനുഷ്യ സഹജമായ ഗീറത്തുണ്ടാകുന്നു. ഫഗിർതു യൗമൻ, ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഭാര്യയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹധർമ്മിണിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ മറ്റൊരു സഹധർമ്മിണിയായ ഖദീജ ബീവിയെ കുറിച്ചുള്ള പ്രശംസകൾ ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരുന്നപ്പോൾ ഒരിക്കൽ മഹദി പറയാണ്, എനിക്കതിൽ അല്പം ഗീറത്ത് തോന്നി, സ്വാഭാവിക മനുഷ്യ സഹജമായി തോന്നുന്ന ഒരു ഇടങ്ങാറ്. എന്നിട്ട് അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഖദ് അബ്ദലക്കല്ലാഹു അസ്സ വജല്ല ഖൈറൻ മിൻഹ, അവരെക്കാൾ നല്ലത് നിങ്ങൾക്ക് അള്ളാഹു പകരം തന്നല്ലോ എന്ന് ആയിഷ ബീവി തിരിച്ചു ചോദിച്ചു. നിങ്ങൾ ഈ പറയുന്ന പ്രശംസിക്കുന്ന ഖദീജ ബീവിയേക്കാൾ നല്ലൊരാൾ നിങ്ങൾക്ക് അള്ളാഹു പകരം തന്നല്ലോ
എന്ന് ആയിഷ ബി റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. പ്രവാചകൻ മുഖം അല്പം വിറളിയൊക്കെ ഉണ്ടായി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അബ്ദലനി അല്ലാഹു അസ്സ വജല്ല ഖൈറൻ മിൻഹാ, ഖദീജ ബീവിയേക്കാൾ ഖൈറായ ഒന്നിനെയും അള്ളാഹു എനിക്ക് പകരം തന്നിട്ടില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ ജനങ്ങൾ കളവാക്കിയ സമയത്ത് എന്നിൽ വിശ്വസിച്ചത് ഖദീജയായിരുന്നു. അതുപോലെ തന്നെ എന്നെ പണം കൊണ്ടും ഭൗതികമായും എന്നെ സംരക്ഷിച്ച് നിർത്തിയത് ഖദീജ ബീവി ആയിരുന്നു. അള്ളാഹു എനിക്ക് അവരിലൂടെയാണ് സന്താനങ്ങൾ നൽകിയിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്ന കാര്യമുണ്ട്. നിങ്ങളുടെ ഭാര്യയ്ക്ക്, നിങ്ങൾ ഖദീജ ബീവിക്ക് മക്കയിലാകുമ്പോൾ വന്ന് പറയുന്നതായ ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു എന്നാണ്, അള്ളാഹുവിന്റെ സലാം ഖദീജ ബീവിക്ക് അറിയിക്കുക, എന്റെയും സലാം ഖദീജ ബീവിക്ക് അറിയിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം നേരെ ഖദീജ ബീവിയോട് ചെന്ന് പറഞ്ഞു. അപ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ തിരിച്ചു മറുപടി പറഞ്ഞു എന്നാണ്, വല്ലാഹു ഹുവസ് സലാം, അള്ളാഹു ആണ് സലാം. എന്നിട്ട് മറുപടി പറയുമ്പോൾ താങ്കൾക്കും ജിബ്രീലിനും സലാം ഉണ്ടാകട്ടെ എന്ന് മറുപടി പറഞ്ഞു. ഈ ഒരു സംഭവം നമ്മുടെ മനസ്സിൽ നിർത്തിക്കൊണ്ട് വേറെ കാര്യം നമ്മൾ അറിയണം. എന്താ? നിസ്കാരത്തിൽ പറയുന്ന സലാമിനെ കുറിച്ച് മദീനത്ത് എത്തിയതിന്റെ ശേഷം മുസ്ലിമീങ്ങൾ അള്ളാഹുവിന് സലാം പറയുമായിരുന്നു. നിസ്കാരത്തിൽ നമ്മൾ പ്രവാചകന് സലാം പറയുന്നത് പോലെ അള്ളാഹുവിന് സലാം പറയുമായിരുന്നു. അപ്പൊ അള്ളാഹു അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിരിച്ചു കൊടുത്തു. അള്ളാഹുവിന് സംരക്ഷണം കൊടുക്കേണ്ടതില്ല, അള്ളാഹുവാണ് സലാം എന്ന് തിരിച്ചു പഠിപ്പിച്ചു കൊടുത്തു എന്നാണ്. നോക്കൂ, ഖദീജ ബിവി റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ വഴി അള്ളാഹുവിന്റെ സലാം അറിയിച്ചു കൊടുത്ത വാർത്ത മക്കയിൽ നിന്ന് അറിയിച്ചപ്പോൾ അന്ന് അവർ പറഞ്ഞു അള്ളാഹു ആണ് സലാം. മറിച്ച് അള്ളാഹുവിന് തിരിച്ചൊരു സലാം അള്ളാഹുവിൽ നിന്ന് ഖദീജ ബിവി താങ്കൾക്ക് ജിബ്രീൽ വഴി ഒരു സലാം വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തിരിച്ച് അള്ളാഹുവിനോട് സലാം പറയേണ്ടതില്ല എന്ന വൈജ്ഞാനികമായ നിലവാരം അന്നേ ഖദീജ ബിവിക്ക് ഉണ്ടായിരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഹദിക്ക് സ്വർഗത്തിലുള്ള ഭവനത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുത്തു. ഞാൻ ഈ പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അത് നേർക്ക് നേരെ അനുധാവനം ചെയ്യാൻ പറ്റുന്നത് പുരുഷന്മാർക്കാണെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, ഖദീജ ബിബി റളിയല്ലാഹു അൻഹ അവരെന്തുകൊണ്ടാണ് ആയിഷ ബിബിയേക്കാൾ ഉത്തമയല്ല എന്ന് പറയാനുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരണം, അതുമല്ലെങ്കിൽ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ എന്ന് ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഐന ഉമ്മി, ഖദീജ ബിബി ഇപ്പോൾ എവിടെയാണ് എന്ന് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ ചോദിച്ചു എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിലാണ്, ഒരു ഭവനം, പ്രത്യേകമായ ഭവനം സയ്യിദ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്കുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ അത് എങ്ങനെയിരിക്കും എന്ന് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ ചോദിച്ചു. അതിന്റെ മനോഹരമായ വർണ്ണനകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. പിന്നീടൊരു വേളയിൽ അതെങ്ങനെ കിട്ടി, ആ ഭവനം സ്വർഗീയ ഭവനം അല്ലെങ്കിൽ സ്വർഗത്തിലെ നേതൃത്വ സ്ഥാനമൊക്കെ അവർക്ക് കിട്ടിയതിന്റെ കാരണം പറയുമ്പോഴും ഹദീസിൽ പ്രവാചകൻ വിശദീകരിച്ചത്, അവരാണ് നാട്ടുകാരെല്ലാം എന്നെ കളവാക്കിയപ്പോൾ എന്നിൽ വിശ്വസിച്ചത്, എന്നെ സത്യപ്പെടുത്തിയത്, ഏറ്റവും ആദ്യം എന്നിൽ വിശ്വസിച്ചത്, എന്നെ സമ്പത്ത് കൊണ്ടും ഭൗതികമായും ഒക്കെ സഹായിച്ചു നിർത്തിയത് എന്ന് ഖദീജ ബിയുടെ ഫളീലത്തുകൾ പറഞ്ഞു എന്നാണ്. നമുക്കൊക്കെ അറിയാം, ഖദീജ ബിബി റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി വിവാഹം നടത്തുന്നതിന് മുമ്പേ തന്നെ കച്ചവടം ചെയ്യുന്ന സ്ത്രീയാണ്. നോക്കൂ, നമ്മുടെ പ്രയോറിറ്റികൾ, മുൻഗണനകൾ എന്തിനുണ്ടാകണമെന്ന് അള്ളാഹുവിനെയും പ്രവാചകനെയും നമ്മൾ നന്നായി സ്നേഹിച്ച് നമ്മുടെ മുൻഗണനാക്രമത്തിൽ അത് വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടക്കും, ഒന്നും മുടങ്ങിപ്പോവുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഖദീജ ബിവിയുടെ സ്നേഹവും അവർക്ക് പ്രവാചകന് നൽകിയ സംരക്ഷണവും കരുതലുമാണ് സ്വർഗീയ ഭവനം ഉണ്ട് എന്ന് പറയാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഴി അള്ളാഹുവിന്റെ സലാം ഖദീജ ബിവിക്ക് അവരുടെ ജീവിതകാലത്ത് കേൾക്കാനുള്ള നിയോഗത്തിന് കാരണമായത്. അതുകൊണ്ട് സഹോദരിമാരെ, നമ്മുടെ മാതൃക നമുക്ക് സോഷ്യൽ മീഡിയയിലും പുതിയ കാലത്തെ വർത്തമാനങ്ങളിലും ഒക്കെ പറഞ്ഞു തന്ന് നമ്മളെ ചാടിച്ചു കൊണ്ടുപോയി അല്ലെങ്കിൽ ഭൗതികമായ കാര്യങ്ങളിലേക്ക് നമ്മൾ പുഷ് ചെയ്തിട്ട് ഇതൊക്കെയാണ് ജീവിതം എന്ന് പറയുന്നവർ അവർ സമാധാനം നൽകുകയില്ല. ഖദീജ ബിബി റളിയല്ലാഹു അൻഹ സമ്പാദിച്ചിരുന്നു, അവരുടെ മുൻഗണനയിൽ അവരുടെ ഭർത്താവുണ്ടായിരുന്നു, ദീനുണ്ടായിരുന്നു, പ്രവാചകനുണ്ടായിരുന്നു. അതിന് കൊടുത്ത സമ്മാനമാണ് ഹദീസുകളിലൂടെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നഷ്ടമുണ്ടാകില്ല എന്ന് തീർത്തു പറയാൻ പറ്റാവുന്ന മുൻഗണനയാണ് ദീന് മുന്നോട്ട് വെച്ച് പരിഗണിക്കുമ്പോൾ ഉണ്ടാവുക എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമുക്കുള്ള മാതൃക ഏതെങ്കിലും നിലക്ക് ന്യൂനതകളുള്ള ആളുകളായി തീരാൻ പാടില്ല. അല്ലെ, നോക്കൂ, നമ്മൾ ഒരു രംഗത്ത് വിജയിച്ചവർ എന്ന് നമ്മൾ പറയുന്നവർ, മനസ്സിലാക്കുന്നവർ, എന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്നവർ, അവർ സാമ്പത്തികമായി കച്ചവട രംഗത്ത് അവർ മികച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ കുടുംബരംഗത്ത് അവർ ആകെ പരാജയമായിരിക്കും. ഇനി കുടുംബരംഗത്ത് മികച്ചു നിൽക്കുന്നു എന്ന് പറയുന്നവർ അവരുടെ സാമ്പത്തിക രംഗം ആകെ പ്രശ്നമായിരിക്കും. ഇത് രണ്ടും ഓക്കെയാണെങ്കിൽ സാമൂഹികമായ ആളുകളോട് ഇടപഴകുന്നിടത്ത് അവർ വളരെ പിന്നിലായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എവിടെയും പ്രവാചകൻ പിന്നിലില്ല.
ഭൗതികമായിട്ടില്ല, ആത്മീയമായിട്ടുമില്ല. അതുകൊണ്ട് അത് അനുധാവനം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളവും ദുന്യവിയായും ഉഖ്റവിയായും ഒരു പിന്നോട്ട് പോക്ക് ഉണ്ടാവുകയില്ല എന്ന് വിശ്വാസപരമായി ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും. അങ്ങനെ സ്നേഹിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ അനുധാവനം ചെയ്യാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാല യാ അയ്യുഹന്നാസ് ഊസിക്കും വഇയ്യായ സനിയം ബിത്തഖ്വല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ അനുധാവനം ചെയ്യുന്നിടത്ത് ഒരു അപകർഷതാബോധമല്ല, മറിച്ച് ഒരു ആത്മാഭിമാന ബോധമാണ് വിശ്വാസിക്കുണ്ടാകേണ്ടത്. അത് വിശ്വാസപരമായി ഉണ്ടാകുന്നതാണ്. അതങ്ങനെ ഉൾക്കൊണ്ടു പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളവും ഭൗതികവും പാരത്രികവുമായ നഷ്ടം അവന് ഭയപ്പെടാനില്ല എന്നതാണ് നമ്മൾ സൂചിപ്പിച്ചത്. അത് എങ്ങനെയാണ് സംഭവിക്കുക എന്ന ചോദ്യത്തിന് ഉത്തരം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യാൻ ആർക്കാണ് കഴിയുക? പ്രവാചകന്റെ ജീവിതത്തെ അറിയുന്നവർക്കാണ് എന്നതിൽ സംശയമില്ലല്ലോ. യഥാർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെയുള്ള ദീനിനെതിരെയുള്ള വിമർശനങ്ങളും പിന്നെ ആ നിലക്കുള്ള ബോധങ്ങളുമൊക്കെ പല നിലത്ത് പല സ്ഥലങ്ങളിൽ നിന്നായി അറിഞ്ഞോ അറിയാതെയും ഒക്കെ സമാഹരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. ഇപ്പം നമ്മൾ വേണ്ട എന്ന് വെച്ചാൽ പോലും നമ്മുടെയൊക്കെ കുട്ടികളുടെ ചെവിയിൽ പിന്നെ മതപരമായ അല്ലെങ്കിൽ മതത്തിനെതിരായ കാര്യങ്ങൾ എത്തുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് അവരുപയോഗിക്കുന്ന മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയ ആയിരിക്കും. ചില സമയത്തൊക്കെ അവർ പോകുന്ന സ്കൂളുകളിലൂടെ ആയിരിക്കും അത്തരം സംഗതികൾ എത്തുക. ഇപ്പൊ ഈ അടുത്ത് ഒരു ഉമ്മ ഒരു പ്രയാസം പറയുണ്ടായി. അവരുടെ മകൻ അവരോട് ചോദിക്കുകയാണ്, അള്ളാഹുവിനെ ഓർക്കണം, സൃഷ്ടാവായ അള്ളാഹുവിനെ ഓർക്കണം എന്നതിൽ സംശയമൊന്നുമില്ല, പക്ഷെ ഓർക്കാൻ ഇങ്ങനെ കുമ്പിട്ട് നിൽക്കണം, പിന്നെ കുറെ നേരം സുജൂദ് ചെയ്ത് നിൽക്കണം, അതിലൊക്കെ ഇപ്പോൾ ഒരു യുക്തിയുണ്ടോ എന്നാണ് ആ മകന്റെ ചോദ്യം. യഥാർത്ഥത്തിൽ നിസ്കാരം നിർവഹിക്കുന്നിടത്ത്, നമ്മൾ ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കുന്നിടത്ത്, ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുന്നിടത്തൊക്കെ എന്താണ് അതിന്റെ ആത്മാവ് എന്നും എന്തിനത് അങ്ങനെ തന്നെ ചെയ്യണമെന്നും എന്നതിനെ കുറിച്ച് ഓരോരോ പിന്നെ വിവരക്കുറവ് അത് ആ രക്ഷിതാവിനുണ്ട്, ആ കുട്ടിക്കുണ്ട്. അത് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല ചില കുട്ടികൾ, നമ്മൾ അത്ര വളരെ അടുത്ത് നിൽക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അവരുടെ മാതാപിതാക്കളോട് ഷെയർ ചെയ്യായിരിക്കും. എന്നാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ മക്കൾ നമ്മളോട് പറയാതെ മനസ്സിൽ കാത്തു സൂക്ഷിച്ച് നടക്കുന്ന ഇത്തരം സംശയങ്ങൾ അനവധിയായി നിലനിൽക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കാൻ പറ്റുക എന്ന ചോദ്യത്തിന് ഉത്തരം ഒന്നേ ഉള്ളൂ. ഇതിനൊക്കെ മറുപടിയുണ്ട്. മറുപടി ഇല്ലാത്ത ചോദ്യങ്ങൾ ഈ ലോകത്തില്ല. ഇപ്പോൾ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെ വിമർശിക്കുന്നവർ സ്വാഭാവികമായും എടുത്തുദ്ധരിക്കുന്നത് എന്താണ്? പ്രവാചക ചരിത്രമാണ്, ഖുർആനാണ്, ഹദീസാണ്. അതിനെ കോട്ടിമാട്ടുകയാണ്, അല്ലെങ്കിൽ അതിനെ അസ്ഥാനത്ത് ഉദ്ധരിച്ചുകൊണ്ടാണല്ലോ ഈ വിവരണങ്ങളും ഈ ആക്ഷേപങ്ങളും ഒക്കെ നടത്തുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പൂർത്തിയായിട്ടുള്ള ഈ ദീനിന്റെ പ്രമാണങ്ങൾ അവതരിപ്പിക്കപ്പെട്ട കാലം തൊട്ട് ഇന്ന് വരെയുള്ള വിമർശനങ്ങൾക്ക് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ വ്യക്തമായ മറുപടി ഇന്നോളം വരെയുള്ളത് നൽകി കഴിഞ്ഞിട്ട് ഇതൊരു സംശയമൊന്നുമില്ല. അതുകൊണ്ട് പക്ഷെ എന്താ അത്തരം പിന്നെ വിശദീകരണങ്ങളിലേക്ക് നമ്മൾ എത്തുന്നുണ്ടോ എന്നിടത്താണ് കാര്യം. അത് പലപ്പോഴും എത്തുന്നില്ല. അതെന്താ? നമ്മുടെ ഒരു ജീവിത പശ്ചാത്തലത്തിൽ സഹോദരങ്ങളെ, ഒരു 168 മണിക്കൂർ ഒരാഴ്ചയിൽ മാറി മറിഞ്ഞു പോകുന്നതിനടുക്ക് ഒരു 1-2 മണിക്കൂറെങ്കിലും ചുരുങ്ങിയ പക്ഷം, ഒരു 1-2 മണിക്കൂറെങ്കിലും ചുരുങ്ങിയ പക്ഷം ആത്മാർത്ഥമായി ഇത് പഠിച്ചു മനസ്സിലാക്കാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെങ്കിൽ എത്ര വലിയ കുറ്റകരമായ അനാസ്ഥയാണ് നമ്മുടെ ഭാഗത്ത് ഉണ്ടാവുക എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. അപ്പൊ നമ്മൾ ചില ആളുകളൊക്കെ വിചാരിക്കുന്നത് പുതിയ കാലത്ത് സോഷ്യൽ മീഡിയയും മറ്റൊക്കെ കിട്ടുന്ന ഒരു പിന്നെ രീതിയിൽ പഠനം അങ്ങനെ പോകുന്നുണ്ട്. യൂട്യൂബ് കാണുന്നുണ്ട്, മറ്റു കാണുന്നുണ്ട്, അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇൽമെന്ന് പറയുന്നത് വ്യത്യസ്തമായ ഒരു കാര്യമാണ്. ഡാറ്റയല്ല അറിവ് എന്ന് പറയുന്നത്. ഇൽമെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഒരാൾ മനഃപ്പാടമാക്കിയതുകൊണ്ട് ഇൽമുണ്ടാകൂലല്ലോ. സാധാരണ പറയാറുണ്ട്, ഇൽമെന്ന് പറയുന്നത് യുത്ലബ്, അവരന്വേഷിച്ച് പോയി കണ്ടെത്തണം, അപ്പോഴാണ് അത് സംഭവിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. അറിവ് അന്വേഷിച്ച് പോയി കണ്ടുപിടിക്കണം. അതാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളമുള്ള നിർബന്ധ ബാധ്യത. പഠനത്തെ കുറിക്കാൻ ഒരുപാട് പ്രയോഗങ്ങൾ അറബിയിൽ നടത്താം. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിച്ചത് അറിവ് അന്വേഷിക്കണം എന്നതിനെ കുറിച്ചാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ വീട്ടിലിരിക്കും, അവിടേക്ക് വരുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ കേൾക്കും. ആ കേൾക്കുന്നത് തന്നെ എത്രമാത്രം നമ്മുടെ മനസ്സിൽ നിൽക്കുന്നതും ആത്മാർത്ഥമായി ഉൾക്കൊള്ളാൻ പറ്റുന്നതും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതും ഒക്കെയാണ് എന്നതിനെ കുറിച്ച് നമ്മൾ പരിശോധിക്കണം. അതുകൊണ്ട് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ ഡിവൈസൊക്കെ ഉപയോഗിച്ച് കേൾക്കുകയാണെങ്കിൽ എഴുതി വെച്ചും ബോധപൂർവം അത് മനഃപ്പാടമാക്കാനൊക്കെ ശ്രമിച്ചുമുള്ള ഒരു വ്യവസ്ഥാപിതമായ പഠനം ആഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും ഒക്കെ നമ്മൾ ചെലവഴിച്ച് നടത്തുന്നില്ലെങ്കിൽ തീർച്ചയായും നമുക്കൊരു നിലക്കും ഒരു എതിർവ് അറിയാനില്ല. നമ്മളൊന്ന് പിറകോട്ട് ചിന്തിച്ചു പോയാൽ, പിറകോട്ട് പോയാൽ ഇത്രയൊന്നും ആധുനിക സൗകര്യങ്ങൾ ഇല്ലാത്ത കാലത്ത് മുസ്ലിമീങ്ങൾ
കിലോമീറ്ററുകൾ ദിവസങ്ങളോളം യാത്ര ചെയ്ത് ദീൻ പഠിച്ചിരുന്നുവല്ലോ. ആ കാലഘട്ടം ഉണ്ടായിരുന്നുവല്ലോ. ഒട്ടകപ്പുറത്തേറി ആഴ്ചകൾ യാത്ര ചെയ്ത് പണ്ഡിതന്മാരെ കണ്ട് എഴുതി വെച്ച് പഠിച്ചിരുന്ന ഒരു കാലഘട്ടം മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ആ വിശ്വാസികളായ ആളുകൾ എത്തുന്ന അതേ മഹ്ശറയിൽ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മളോ, നമ്മുടെ കൈത്തുമ്പിലേക്ക് നമ്മുടെ വീട്ടിലെ തൊട്ടടുത്തുള്ള പരിസരങ്ങളിലൊക്കെ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും അള്ളാഹു തന്ന ആയുസ്സിൽ നിന്ന്, അവൻ തന്ന സമയത്തിൽ നിന്ന്, അവൻ തന്ന ആരോഗ്യത്തിൽ നിന്ന് ഒരു വേണ്ട വിധത്തിൽ ചെലവഴിക്കാൻ നമ്മൾ പരിശ്രമിച്ചിട്ടില്ലെങ്കിൽ വല്ലാഹി നമ്മൾ കുറ്റക്കാരാണ് എന്നതിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുന്നിടത്ത് കുറച്ചധികമൊക്കെ ശ്രദ്ധ നമുക്കുണ്ടാകണം. പഠിക്കണം, അന്വേഷിച്ച് പഠിക്കണം. നമുക്കുണ്ടാകുന്ന സംശയങ്ങളെക്കാൾ അപ്പുറത്ത് കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന വിധത്തിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് കഴിഞ്ഞ ആഴ്ചയോട് സൂചിപ്പിച്ചിരുന്നു. പ്രത്യേകം അത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് പ്രത്യേകിച്ചും സാഹചര്യവശാൽ ഇത് സൂചിപ്പിക്കാനുള്ള കാരണം, നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സ്ഥിരമായി നടക്കുന്ന ഖുർആൻ പഠന വേദിയുണ്ട്. കഴിഞ്ഞ 1-2 വർഷങ്ങളായി തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. വെള്ളിയാഴ്ചകളിൽ മഗ്‌രിബിന് ശേഷമാണ് നടക്കുക. അതുകൊണ്ട് പരിസരത്തുള്ള ആ സമയത്ത് ഇവിടെ മറ്റു കാര്യങ്ങളൊക്കെ കുറച്ച് അറേഞ്ച് ചെയ്ത് ഇവിടെ എത്തിപ്പെടാൻ പറ്റുന്ന എല്ലാവരും എത്തിപ്പെടാൻ വേണ്ടി പരിശ്രമിക്കണം. ഏതെങ്കിലും ഒരു നിലക്ക് വ്യവസ്ഥാപിതമായൊരു പഠനം ജീവിതത്തിൽ നടത്തുന്നേ ഇല്ലാത്തവരാണ് ഈ കേൾക്കുന്ന ആരെങ്കിലും എങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരെങ്കിൽ നിർബന്ധമായും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പരിശ്രമം എടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് അതിൻ്റെ ഒരു സൂറത്ത് കഴിഞ്ഞ് അടുത്തൊരു സൂറത്ത് ആരംഭിക്കുന്ന ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് കുറച്ചുകൂടെ നല്ലൊരു സമയമാണ്. നന്നായി നീയത്തൊക്കെ നന്നാക്കി ഒരു പുതിയ തീരുമാനമെടുത്ത് കുടുംബത്തോടൊപ്പം വന്ന് പഠിക്കാവുന്ന അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലേക്ക് കയറാവുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് പ്രത്യേകിച്ചും ഉള്ളത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഇന്ന് എത്തിപ്പെടാൻ പറ്റുന്നവർ, ആ നിലക്ക് അറേഞ്ച് ചെയ്ത് എത്തിപ്പെടാൻ പറ്റുന്നവർ എത്തിപ്പെടണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കുമുള്ള ഫിത്നകളിൽ നിന്ന് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയുള്ള ചെറുതും വലുതുമാകുന്ന പാപങ്ങൾ നിന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് ഞങ്ങൾക്ക് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരണം റഹ്മാനെ. അള്ളാഹുവെ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസിയ്യത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ച് നൽകണം റഹ്മാനെ. അള്ളാഹുവെ, ഈമാനോടെ സ്വബറോടെ പരീക്ഷണങ്ങൾ നേരിടാൻ ഞങ്ങൾക്കും അവർക്കുമൊക്കെ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സമുദായ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, അവരുടെയൊക്കെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വലിവാലിദൈനാ മിനൻ നാർ. ربنا تقبل منا دعاءنا وأعمالنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المجرمين. آمين آمين برحمتك يا أرحم الراحمين.